ഇന്ന് പറയാൻ പോകുന്നത് തികച്ചും വിചിത്രമായൊരു പ്രേതകഥയാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ ഹാമർ സ്മിത്ത് എന്ന സ്ഥലത്ത് നടന്നൊരു സംഭവ കഥ. എല്ലാ സമയത്തും നല്ല തിരക്കുള്ളൊരു പ്രദേശമായിരുന്നു ഈ ഹാമർ സ്മിത്ത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ അവസ്ഥയൊക്കെ മാറി മറിഞ്ഞു. സന്ധ്യയാകാൻ തുടങ്ങുമ്പോഴേ ഈ ഗ്രാമവീഥികളെല്ലാം ശൂന്യമാകാൻ തുടങ്ങി. ഇതിന്റെ തുടക്കം 1803 നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു. ഒരു രാത്രിയിൽ ജോലി കഴിഞ്ഞ് വിജനമായ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന കുറച്ചാളുകൾ ഹാമർ സ്മിത്ത് പള്ളി സെമിത്തേരിയുടെ അടുത്തായി ഒരു വെളുത്ത വസ്ത്രം ധരിച്ച പ്രേതരൂപത്തെ കാണാനിടയായി. ഈ രൂപത്തെ കണ്ടതും ആളുകൾ അവിടെ നിന്ന് ഭയന്നോടി. താമസിയാതെ ഈ പ്രേതകഥ അവിടെയെല്ലാം പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സംഭവം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇതുപോലെയുള്ള പല സംഭവങ്ങളും ആ നാട്ടിലാകെ നടക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട അവിടെയുള്ള ആളുകൾ രാത്രിയിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ബാക്കി കഥ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, so today we will be exploring the true story of hunting that ended in a murder with my channel Mystery Busters. ഈ പ്രേതകഥകൾ കേട്ട് ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചത് ഏതാണ്ട് 1 വർഷം മുമ്പ് ആ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. ഇത് തീർച്ചയായും അവന്റെ ആത്മാവ് തന്നെയാണ് എന്നായിരുന്നു. കാരണം ആത്മഹത്യ ദൈവനിന്ദയായതിനാൽ അങ്ങനെയുള്ള ആരെയും പള്ളി പരിസരത്ത് അടക്കം ചെയ്യരുത് എന്ന സഭാ നിയമത്തിന്റെയും അവിടെ നിലനിന്നിരുന്ന പ്രബലമായ വിശ്വാസത്തിന്റെയും എതിരായി അന്ന് അവന്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തിരുന്നു. ഈ പാപത്താൽ ഒരിക്കലും അവന് മോശം കിട്ടിക്കാണില്ലെന്നും അതിനാലാണ് അവന്റെ ആത്മാവ് അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്നും ജനങ്ങൾ വിശ്വസിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ഇങ്ങനെയുള്ള പ്രേതാക്രമണത്തിന്റെ കഥകൾ ഏറി വന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരു ചിമ്മിനി സ്വീപ്പർ തന്റെ ജോലി കഴിഞ്ഞ് സെമിത്തേരിയുടെ അടുത്തുള്ള വഴിയിലൂടെ തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സെമിത്തേരിയിൽ ഒരു അനക്കം കേട്ടു. അയാൾ ആ ദിക്കിലേക്ക് നോക്കിയപ്പോൾ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച രൂപം കല്ലറകൾക്കിടയിലൂടെ നടന്നു പോകുന്നത് കണ്ടു. ഇത് കണ്ട് ഭയന്നുപോയ അയാൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു. തനിക്കുണ്ട അനുഭവത്തെക്കുറിച്ച് അയാൾ ആ നാട്ടിലെ ജനങ്ങളോട് പറയുകയും ചെയ്തു. ഇതുപോലെ ഒരു അനുഭവം ആ നാട്ടിലെ ഒരു കുതിരവണ്ടിക്കാരനുമുണ്ടായി. ഒരു രാത്രിയിൽ അയാൾ തന്റെ 8 കുതിരകളെ പൂട്ടിയ വണ്ടിയിൽ 16 യാത്രക്കാരുമായി ഇരുളടഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നൊരു ഭയാനകമായ രൂപം വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടി. ഇത് കണ്ട് ഭയന്നു വിറച്ച കുതിരവണ്ടിക്കാരൻ കുതിരകളെയും യാത്രക്കാരെയും ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അന്തം വിട്ടു നിന്ന യാത്രക്കാരുടെ മുന്നിൽ നിന്ന് ആ രൂപം കാടിനുള്ളിൽ പോയി മറഞ്ഞു. പക്ഷെ പിന്നീടൊരിക്കൽ നടന്നൊരു സംഭവം ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതിനൊപ്പം തന്നെ അവരുടെ മനസ്സിൽ ഈ പ്രേതാക്രമണത്തിനെതിരെ ദേഷ്യമുണ്ടായി. ഒരു രാത്രി ഏകദേശം 10 മണിയായപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീ ഇരുട്ടത്ത് സെമിത്തേരിയുടെ അടുത്തുള്ള വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് സെമിത്തേരിയിലെ കല്ലറകൾക്കിടയിൽ നിന്നൊരു വെളുത്ത വസ്ത്രം ധരിച്ച രൂപം പുറത്തേക്ക് വന്നു. ഇത് കണ്ട് ഭയന്നു വിറച്ചു നിന്ന അവളുടെ അടുത്തേക്ക് ആ രൂപം പാഞ്ഞെടുത്തു. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഭയന്നോടി. കുറച്ചു മുന്നോട്ട് പോയ അവൾ ബോധരഹിതയായി നിലത്ത് വീണു. ആ സമയത്ത് അതുവഴി വന്ന ആരോ അവളെ വീട്ടിലെത്തിച്ചു. എന്നാൽ അവളുടെ അവസ്ഥ ദിവസം തോറും വഷളാവാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ മരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം തനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് മദ്യവിൽപ്പനക്കാരനായ ബ്രൂവറിന്റെ വേലക്കാരനായ തോമസ് ഗ്രൂം മുന്നോട്ട് വന്നു. ഒരു ദിവസം രാത്രി തോമസ് തന്റെ കൂട്ടുകാരനൊപ്പം പള്ളിയുടെ അടുത്തൂടെ നടക്കുമ്പോൾ സെമിത്തേരിയിലെ കല്ലറയുടെ പിന്നിൽ നിന്നൊരു രൂപം പാഞ്ഞു വന്ന് തോമസ് ഗ്രൂമിന്റെ കഴുത്തിൽ കടന്നു പിടിച്ചു. തോമസിന്റെ നിലവിളി കേട്ട് മുന്നിൽ നടന്നിരുന്ന സുഹൃത്ത് തിരിഞ്ഞു നോക്കി. അയാൾ പെട്ടെന്ന് തന്നെ ഓടി വന്ന് തോമസിനെ രക്ഷപ്പെടുത്തി. എന്നാൽ ആ രൂപത്തെ തിരികെ ആക്രമിക്കാൻ നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രേതകഥകൾ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ റൈഫിളും പിസ്റ്റലുമായി രാത്രിയിൽ പ്രേതവേട്ടയ്ക്കായി പുറത്തിറങ്ങി. ഈ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എക്സൈസ് ഓഫീസറായ 29 വയസ്സുള്ള ഫ്രാൻസിസ് സ്മിത്ത്. ഒരു ദിവസം ഫ്രാൻസിസ് തന്റെ സുഹൃത്തും പ്രാദേശിക കാവൽക്കാരനുമായ വില്യം ഗിൽഡറിനോടൊപ്പം പബ്ബിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. മദ്യപിക്കുന്നതിനിടയിൽ അവിടെ നടക്കുന്ന പ്രേതകഥകളെ കുറിച്ചും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ രാത്രിയായപ്പോൾ നല്ല മദ്യലഹരിയിൽ രണ്ടുപേരും എങ്ങനെയും പ്രേതത്തെ പിടികൂടുമെന്ന് തീരുമാനമെടുത്ത് പബ്ബിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. രണ്ടുപേരും തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാൻ 2 വഴികളിലായി നടക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് സ്മിത്ത് തന്റെ പിസ്റ്റലും കയ്യിലെടുത്ത്
ഇരുട്ട് വീണ വിജനമായ വഴിയിലൂടെ പ്രേതവേട്ടയ്ക്കായി നടക്കാൻ തുടങ്ങി. അതേ സമയത്ത് ആ നാട്ടിലെ ഇഷ്ടിക പണിക്കാരനായിരുന്ന തോമസ് മിൽവുഡ് തന്റെ പരമ്പരാഗത ഇഷ്ടിക പണിക്കാരുടെ സ്ഥിരം യൂണിഫോമായ വെള്ള നിറത്തിലുള്ള ലിനൻ ട്രൗസറും ഒരു ഫ്ലവർ വെസ്റ്റ് കോട്ടും ഒരു ഏപ്രണും ധരിച്ച് പതിവ് പോലെ തന്റെ അച്ഛനെയും അമ്മയും കാണാനായി അവരുടെ വീട്ടിലേക്ക് തോംസ് നദിയുടെ അടുത്തുള്ള ബ്ലാക്ക് ലയൺ ലെയിനിന് സമീപത്തൂടെ നടന്നു പോവുകയായിരുന്നു. ആ രാത്രിയിൽ ഇതുപോലെയുള്ള വെള്ള വസ്ത്രം ധരിച്ചു പോകുന്ന തോമസിനെ കണ്ട് അതുവഴി വണ്ടിയിൽ വന്നവർ പ്രേതം വരുന്നതെന്ന് തമാശയായി വിളിച്ചു പറയാൻ തുടങ്ങി. ഇത് കേട്ട് തോമസ് അവരുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തു. തോമസ് മാതാപിതാക്കളുടെ വീടിനടുത്തെത്തി വാതിലിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. അകത്തുനിന്ന് തന്റെ സഹോദരി ആനി വാതിലിനടുത്തേക്ക് വരുന്ന ശബ്ദം പുറത്തുനിന്ന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ വാതിലിനടുത്തെത്തി ആരാണെന്ന് ചോദിച്ചു. തോമസ് ആണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസം വരാത്തതിനെ തുടർന്ന് കീ ഹോളിലൂടെ നോക്കി പുറത്തു നിൽക്കുന്നത് തോമസ് ആണെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം കതകു തുറന്നു. തോമസ് അകത്ത് കയറിയ ഉടനെ തന്നെ അവൾ വാതിലടയ്ക്കുകയും ചെയ്തു. തോമസ് അവിടെ ഇരുന്ന് തന്റെ മാതാപിതാക്കളോടും സഹോദരിയോടും സംസാരിച്ചിരിക്കെ സമയം പോയെന്നറിഞ്ഞില്ല. അപ്പോൾ സമയം ഏകദേശം രാത്രി 11 മണിയായിരുന്നു. അവിടെ ഒരു വീട്ടിൽ ഇസ്തിരിയിടുന്ന ജോലി ചെയ്യുന്ന തന്റെ ഭാര്യയും കൂട്ടി തങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞ് അവൻ തന്റെ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ മറുവശത്ത് ഫ്രാൻസിസ് സ്മിത്ത് തോക്കുമായി ബ്ലാക്ക് ലൈനിലൂടെ നടക്കുകയായിരുന്നു. നല്ല മൂടൽ മഞ്ഞുള്ള രാത്രിയായിരുന്നു. അയാൾ പതുക്കെ കുറ്റാകൂരിരുട്ടത്തൂടെ തന്റെ നടത്തം തുടർന്നു. കുറച്ചു മുന്നോട്ട് ചെന്നപ്പോൾ രാത്രിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു വെളുത്ത രൂപം തന്റെ എതിരെ നടന്നു വരുന്നത് കണ്ട് അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവിടെ നിന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? മറുപടി പറയേ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെക്കും. പക്ഷെ മറുവശത്തു നിന്നും മറുപടിയൊന്നും വന്നില്ല. മാത്രമല്ല ആ രൂപം അവന്റെ നേരെ തന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സ്മിത്ത് തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ആ രൂപത്തിന് നേരെ വെടിവെച്ചു. പെട്ടെന്നൊരലർച്ചയോടെ ആ രൂപം നിലത്ത് വീണു. ഈ സമയത്ത് തന്റെ സഹോദരൻ പോയ ദിക്കിൽ നിന്ന് ഒരലർച്ച കേട്ട് ജനാലയുടെ അടുത്ത് നിന്നിരുന്ന ആനി വല്ലാതെ ഞെട്ടിപ്പോയി. എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. എന്താണെന്നറിയാനായി അവൾ ഇരുട്ട് വകവയ്ക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഈ അലർച്ച കേട്ട് ഫ്രാൻസിസിന്റെ സുഹൃത്തായ വില്യം ഗഡ്ലറും മറ്റൊരു കൂട്ടുകാരനും അവിടേക്ക് ഓടി വന്നിരുന്നു. തോമസിന്റെ മൃതദേഹം കണ്ടപ്പോൾ തന്നെ ഫ്രാൻസിസിന് അബദ്ധം പറ്റിയിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവനോട് അവിടെ നിന്ന് പോകാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയത്ത് സംഭവ സ്ഥലത്തേക്ക് ഓടി വന്ന ആനി തറയിൽ വീണുകിടക്കുന്ന തന്റെ സഹോദരന്റെ മൃതദേഹം കണ്ട് അലമുറയിട്ട് കരയാൻ തുടങ്ങി. എന്നാൽ ഫ്രാൻസിസ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ ഒരു കോൺസ്റ്റബിൾ അവിടെ എത്തി അയാളെ അറസ്റ്റ് ചെയ്തു. 1804 കൊലപാതക കുറ്റം ചുമത്തി ഫ്രാൻസിസിനെ ഓൾഡ് ബെയിലിയിൽ ഹാജരാക്കി. ഫ്രാൻസിസ് കൊലപാതക കുറ്റം സമ്മതിച്ചെങ്കിലും താൻ അയാളൊരു പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വെടിവെച്ചതെന്ന് കോടതിയിൽ പറഞ്ഞു. വിചാരണയിൽ ഫ്രാൻസിസ് നരഹത്യ ചെയ്തതിൽ കുറ്റക്കാരനാണെന്ന് ജൂറി കണ്ടെത്തിയതിനെ തുടർന്ന് അയാൾക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീട് ജോർജ് മൂന്നാമൻ രാജാവിന്റെ ഇടപെടലിൽ സ്മിത്തിന്റെ ശിക്ഷ 1 വർഷത്തെ കഠിന തടവായി കുറച്ചു. അപ്പോൾ ഹാമർ സ്മിത്തിൽ അലഞ്ഞു നടക്കുന്ന പ്രേതം ആരായിരുന്നു? അതിനൊരു ഉത്തരമേ ഉള്ളൂ, ജോൺ ഗ്രഹാം. ആ പ്രദേശത്ത് ഷൂ നിർമ്മിക്കുന്ന ഒരാളായിരുന്നു ജോൺ ഗ്രഹാം. തന്റെ ജോലി സ്ഥലത്ത് പണി പഠിക്കാൻ വന്ന അപ്രന്റീസുകൾ തന്റെ കുട്ടികളെ പ്രേതകഥകൾ പറഞ്ഞു പേടിപ്പിക്കുന്നത് കണ്ട് അവരോട് ദേഷ്യം തോന്നിയ ജോൺ ഒരു രാത്രി അവരെ ഭയപ്പെടുത്താനായി ഒരു വെള്ള ഷീറ്റും ധരിച്ച് അവർ പോകുന്ന വഴിയിൽ ഒളിച്ചു നിന്നു അവരെ ഭയപ്പെടുത്താൻ തീരുമാനിച്ചു. എന്നാൽ അയാൾ നടത്തിയ ഈ നാടകം ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തുകയും നിർദോഷിയായ ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും അയാളെ ശിക്ഷിക്കാൻ തക്ക തെളിവുകളൊന്നും തന്നെ അധികാരികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം ഹാമർ സ്മിത്ത് പ്രേതത്തിന്റെ കഥയും മിൽവുഡിന്റെ സ്മിത്തിന്റെ നിർഭാഗ്യകരമായ കേസും ബ്ലാക്ക് ലയൺ പബ്ബിന് പുറത്തുള്ള ഫലകത്തിൽ എഴുതി വെക്കപ്പെട്ടു. അത് ഇന്നും നമുക്കവിടെ കാണാൻ കഴിയും.